പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, NIOS +2 സോഷ്യോളജിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 16 സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. 16ാമത്തെ ചാപ്റ്ററാണ് സാമൂഹ്യ ശ്രേണീകരണം. നമ്മുടെ ഗൈഡിൽ 99ാമത്തെ പേജാണ് വരുന്നത്. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് പ്രസ്റ്റീജ്? എന്താണ് അഭിമാനം? ഒരു വ്യക്തിക്ക് അംഗീകാരവും ബഹുമാനവും വളരെയധികമായി അവൻ്റെ സമൂഹത്തിൽ നിന്ന് ലഭിക്കുമ്പോൾ അവനിൽ രൂപപ്പെടുന്ന ഒരു സാമൂഹിക അവസ്ഥയാണ് അഭിമാനം. ഇപ്പോൾ നമുക്കൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്ത് നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നിന്നെല്ലാം ലഭിക്കുന്ന അംഗീകാരം, ബഹുമാനം, ഈ കാര്യങ്ങൾ ലഭിക്കുമ്പോൾ ഒരു മനുഷ്യനിലുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള അവസ്ഥക്കാണ് അഭിമാനം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, രണ്ടാമത്തത്, വാട്ട് ഈസ് കാസ്റ്റ് പഞ്ചായത്ത്? എന്താണ് ജാതി പഞ്ചായത്ത്? ഓരോ ജാതിയിലും പെട്ടവർക്ക് സ്വന്തമായി പ്രാദേശിക തലത്തിലുള്ള സമിതിയെയാണ് ജാതി പഞ്ചായത്തുകൾ എന്ന് പറയുന്നത്. ഓരോ ജാതിയിലും, നമ്മുടെ ഇന്ത്യയിലാണെങ്കിലല്ല, വ്യത്യസ്ത ജാതി വിഭാഗങ്ങളുണ്ടല്ലോ. അപ്പോൾ അവരുടെ സ്വന്തമായി പ്രാദേശിക തലത്തിലുള്ള സമിതിയെയാണ് ജാതി പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് തേർഡ് വൺ, മൂന്നാമത്തത്, വാട്ട് ഈസ് സോഷ്യൽ ഇനീക്വാലിറ്റി? എന്താണ് സാമൂഹ്യ അസമത്വം? അതായത് സമൂഹത്തിലെ ആനുകൂല്യങ്ങൾ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയേക്കാൾ കൂടുതലായി ലഭിക്കുമ്പോൾ അവിടെ രൂപപ്പെടുന്ന അവസ്ഥയ്ക്കാണ് സാമൂഹ്യ അസമത്വം എന്ന് പറയുന്നത്. ഇനീക്വാലിറ്റി, തുല്യതയില്ലായ്മ, അതിനെയാണ് നമ്മൾ അസമത്വം എന്ന് പറയുന്നത്. അപ്പോൾ സമൂഹത്തിലെ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയേക്കാൾ കൂടുതലായിട്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുക, ഒരു വ്യക്തിക്ക് ആനുകൂല്യങ്ങൾ കുറവ് വരിക, ഇതിനെയാണ് അസമത്വം എന്ന് പറയുന്നത്. വ്യക്തികൾക്കിടയിലുള്ള തുല്യതയില്ലായ്മയാണ് സാമൂഹ്യ അസമത്വത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. വ്യക്തികളെയും ഗ്രൂപ്പുകളെയും പല വിധത്തിൽ തരംതിരിക്കുന്നതും സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരാൾ മറ്റൊരാളേക്കാൾ വളരെയധികം മുന്നിലെത്തുമ്പോഴും അവിടെ ഒരു വേർതിരിവ് ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഒരേ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണെങ്കിൽ സാമ്പത്തികമായിട്ട് ഉയർന്ന പദവിയിലുള്ള ഉയർന്നു നിൽക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ അധികാര പദവിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു നിൽക്കുന്ന ആളുകൾ, ഇവിടെയൊക്കെ ആ ഒരു ഗ്രൂപ്പിൽ അസമത്വം ഉണ്ടാകുന്നുണ്ട്. ഈ വേർതിരിവ് സാമൂഹ്യ അസമത്വത്തിന് ആക്കം കൂട്ടുന്നു. ജാതീയതയും ലിംഗവിവേചനവും സമൂഹത്തിലെ മറ്റ് സ്ഥാനങ്ങൾ നൽകലും എല്ലാം സാമൂഹ്യ അസമത്വത്തിൻ്റെ മുഖ്യ ഘടകങ്ങളാണ്. ഇപ്പോൾ ജാതി നോക്കുകയാണെങ്കിൽ ഉന്നത ജാതിയിൽപ്പെട്ട ആളുകൾ, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ എന്നിങ്ങനെ വേർതിരിവുണ്ടാകുന്നു. അതുപോലെ ലിംഗവിവേചനത്തിൽ സ്ത്രീകൾ, പുരുഷന്മാർക്ക് ഉയർന്ന സ്ഥാനം ലഭിക്കുന്നു, സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ സമൂഹത്തിലെ മറ്റ് സ്ഥാനങ്ങൾ നൽകുക, സമൂഹത്തിൽ തന്നെ ഉന്നത സ്ഥാനങ്ങൾ നൽകുന്ന പദവികൾ ലഭിക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള പദവികൾ ലഭിക്കാത്ത ആളുകൾ, ഇത്തരത്തിൽ സമൂഹത്തിൽ സ്ഥാനങ്ങളാലും സമ്പത്തിനാലും ഒക്കെ ഉണ്ടാകുന്ന വേർതിരിവിനെയാണ് സാമൂഹ്യ അസമത്വം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോർത്ത്, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ സോഷ്യൽ പൊസിഷൻ? സാമൂഹ്യ സ്ഥാനത്തെക്കുറിച്ച് എഴുതുക. അതായത് ഒരു സമൂഹത്തിൽ വസിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവന് അവൻ്റെ സമൂഹത്തിൽ ഒരു സ്ഥാനം ഉണ്ടായിരിക്കും. അതൊന്നെങ്കിൽ പദവി, അല്ലെങ്കിൽ അംഗീകാരം, തൊഴിൽ തുടങ്ങിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവന് സ്ഥാനങ്ങൾ ലഭിക്കുന്നത്. ഇത്തരത്തിൽ സമൂഹത്തിൽ ഒന്നുകിൽ അവന് ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കുന്നു. ഉയർന്ന കുലത്തിൽ ജനിച്ചവനും ഉയർന്ന പദവി വഹിക്കുന്നവനും സമൂഹത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കുന്നുണ്ട്. സമൂഹത്തിൽ ഈ സ്ഥാനങ്ങളെ രണ്ട് രീതിയിൽ കൈവരിക്കുവാൻ സാധിക്കും. ഒന്നാമത്തത്, ജന്മം കൊണ്ട് തന്നെ ഉയർന്ന പദവിയിലേക്ക്, ഉയർന്ന സ്ഥാനം ലഭിക്കുക. അതെങ്ങനെയാണ്? ഉയർന്ന കുടുംബത്തിൽ ജനിക്കുന്ന ആളുകൾ അവരുടെ പാരമ്പര്യമായിട്ട് തന്നെ, ജന്മം കൊണ്ട് പാരമ്പര്യമായിട്ട് അവർ ഉന്നത സ്ഥാനത്ത് എത്തുന്നു, ഉന്നത പദവി വഹിക്കുന്നു. രണ്ടാമത്തത്, സ്വപ്രയത്നം കൊണ്ട്,
അതായത് കഠിനാധ്വാനം കൊണ്ട് ലഭിക്കുന്ന ഉയർന്ന ജോലികൾ, ഉയർന്ന പദവികൾ, അത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രയത്നം കൊണ്ടായിരിക്കും. ഇത്തരത്തിൽ രണ്ട് രീതിയിലാണ് സമൂഹത്തിൽ പദവികൾ ലഭിക്കുക. ഒന്നാമത്തത് ജന്മം കൊണ്ട്, രണ്ടാമത്തത് സ്വയപ്രയത്നം കൊണ്ട്. നെക്സ്റ്റ് വരുന്നത് 5ാമത്തെ ക്വസ്റ്റ്യൻ. ഈസ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ യൂണിവേഴ്സൽ? ഡിസ്കസ്. സാമൂഹ്യ ശ്രേണീകരണം എന്നത് സാർവത്രികമാണ്, വിവരിക്കുക. ഇവിടെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായ പ്രകാരം ആദ്യകാല സമൂഹത്തിൽ വിവിധ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നില്ല. അതായത് അവിടെ ഗോത്ര വിഭാഗങ്ങളാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. ഓരോ ഗോത്രത്തിൽപ്പെട്ട ആളുകളും തുല്യരായിരുന്നു. ഇത്തരം സമൂഹങ്ങളിൽ അവർ വേട്ടയാടിയും അലഞ്ഞു തിരിഞ്ഞുമാണ് ജീവിച്ചിരുന്നത്. അതായത് അവർ ഗോത്രങ്ങൾ കൂട്ടമായിട്ട് വേട്ടയാടുന്നു, പിന്നെ അലഞ്ഞു തിരിഞ്ഞുള്ള ജീവിതമായിരുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ താമസിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഒരു പ്രത്യേക പദവിയോ അധികാരങ്ങളോ സാമ്പത്തികമായിട്ടുള്ള വേർതിരിവോ ഒന്നും ഉണ്ടായിരുന്നില്ല. അധികാരം, സമ്പത്ത്, പദവി എന്നിവയൊന്നും നിലനിന്നിരുന്നില്ല. വർഗവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ലിംഗഭേദത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തൊഴിൽ വിഭജനം മാത്രം നിലനിന്നിരുന്നു. അതായത് സ്ത്രീകൾ, പുരുഷന്മാർ എന്ന് വേർതിരിവിലൂടെയാണ് ജോലിയിൽ, അവരുടെ തൊഴിലിൽ ചില വേർതിരിവ് ഉണ്ടായിരുന്നത്. അതായത് പുരുഷന്മാർ വേട്ടയാടുക, മറ്റു ജോലികളൊക്കെ ചെയ്തിരുന്നു. സ്ത്രീകൾ അവരുടെ കുട്ടികളെ നോക്കുക, അടുക്കള ജോലികൾ ചെയ്യുക എന്നുള്ള ഒരു വേർതിരിവ് മാത്രമേ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നുള്ളൂ. മുതിർന്നവരെ അനുസരിക്കുക, പുരുഷന്മാരെ ബഹുമാനിക്കുക എന്നീ വിശ്വാസങ്ങൾ നിലനിന്നിരുന്നു. ഇന്നത്തെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പുരാതന കമ്മ്യൂണിസത്തിൽ മുഴുവനായും വിശ്വസിക്കുന്നില്ല. പുരാതന കാലഘട്ടത്തിലെ ആളുകൾക്കിടയിൽ സമത്വം നിലനിന്നിരുന്നു. അതിന് ശേഷം വന്ന പുരാതന കാലഘട്ടങ്ങളിൽ ആളുകൾക്കിടയിൽ സമത്വം നിലനിന്നിരുന്നു. എങ്കിലും ലിംഗഭേദ അടിസ്ഥാനത്തിലുള്ള വ്യത്യാസം നിലനിന്നിരുന്നു. സമൂഹം വളരുന്നതിനനുസൃതമായി സമൂഹത്തിൽ രൂപം കൊള്ളുന്ന സങ്കീർണതകളാണ് സാമൂഹ്യ ശ്രേണീകരണത്തിന് കാരണമായത്. പിന്നീട് അങ്ങോട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് വന്ന് ആധുനിക കാലഘട്ടത്തിലേക്ക് എത്തിയല്ലോ. ആധുനിക കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം, സാമൂഹ്യ ശ്രേണിയിലെല്ലാം സങ്കീർണമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ സമത്വം വേണം. പുരുഷനാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അവർക്കിടയിൽ സമത്വം വേണം. പുരുഷന്മാരും ജോലിക്ക് പോകും, സ്ത്രീകൾക്കും ജോലിക്ക് പോകും. പുരുഷന്മാർക്ക് ലഭിക്കുന്ന അവകാശങ്ങളെല്ലാം സ്ത്രീകൾക്കും വേണം എന്നുള്ള ഒരു രീതിയിലേക്ക് ആധുനിക കാലഘട്ടം എത്തിയിരിക്കുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ, പുരാതന കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള അസമത്വങ്ങളോ വേർതിരിവൊന്നും ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് വരുന്നത് 6ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സാമൂഹ്യ ശ്രേണി എന്ന ആശയത്തെക്കുറിച്ച് വിവരിക്കുക. സാമൂഹ്യ ശ്രേണി എല്ലാ മനുഷ്യ സമൂഹങ്ങളിലും കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ് ശ്രേണീകരണം, അതായത് ശ്രേണിവൽക്കരണം. ഏതൊരു സമൂഹത്തിലെയും ജനങ്ങൾക്കിടയിലുള്ള വർഗീകരണവും ക്രമീകരണവും സ്ഥാന നിർണയവുമാണ് സാമൂഹ്യമായിട്ടുള്ള ശ്രേണീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സമൂഹത്തിലെയും ജനങ്ങൾക്കിടയിലുമുള്ള വർഗീകരണം, സമൂഹത്തിലും ജനങ്ങൾക്കിടയിലും വ്യത്യസ്ത വിഭാഗങ്ങളാക്കി വേർതിരിക്കുക, വർഗീകരിക്കുക. അതുപോലെ തന്നെ അവരുടെ ക്രമീകരണം, അവർക്ക് ചില സ്ഥാനങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. പദവികൾ ലഭിക്കുന്ന ആളുകൾ, സാമ്പത്തികമായിട്ട് ഉയർന്ന ജോലി ചെയ്യുന്ന ആളുകൾ, അവരുടെ ശമ്പളത്തിലെല്ലാം ഉയർന്ന സ്ഥാനങ്ങളും ലഭിക്കും. ഇത്തരത്തിലുള്ള നിർണയങ്ങളെയാണ് സാമൂഹ്യമായ ശ്രേണീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമൂഹം വ്യത്യസ്തമായ ശ്രേണികൾ അല്ലെങ്കിൽ അടുക്കുകൾ കൊണ്ടുണ്ടാക്കിയതാണ്. സമൂഹത്തിൽ എപ്പോഴും എന്തുണ്ടായിരിക്കും? ഒരു വേർതിരിവുണ്ടായിരിക്കും, വ്യത്യസ്ത ശ്രേണികൾ ഉണ്ടായിരിക്കും. ഒരിക്കലും ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളും ഒരേപോലെ ഒരിക്കലും ഉണ്ടാവുകയില്ല. അത് എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ശ്രേണികൾ ഉണ്ടാകുന്നതാണ്. ഈ ശ്രേണികളുടെ അടിസ്ഥാനം സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവും രാഷ്ട്രീയപരമായിട്ടുള്ള അസമത്വങ്ങളാണ് ഉണ്ടാകുന്നത്. സാമൂഹികപരമായിട്ട് വേർതിരിവുണ്ടായിരിക്കും. അതുപോലെ തന്നെ അവരുടെ മതത്തിനും
ജാതിക്കും ആചാരങ്ങൾക്കും അനുസരിച്ച് സംസ്കാരത്തിൽ വ്യത്യാസമുണ്ടായിരിക്കും. അതുപോലെ അവരുടെ ജോലിക്കും വരുമാനത്തിനും അനുസരിച്ച് അവരുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ അവരുടെ ചിന്തകൾക്കും ആശയങ്ങൾക്കും അനുസരിച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള വ്യത്യാസങ്ങളെല്ലാം സമൂഹത്തിലെ ഓരോ ആളുകൾക്കിടയിലും ഉണ്ടായിരിക്കും. ശ്രേണിവൽക്കരണത്തിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം പട്ടാളമാണ്. അതിൽ ഓഫീസർമാരുണ്ട്, ജവാന്മാരുണ്ട്, അതുപോലെ വ്യത്യസ്ത റാങ്കുകളിൽപ്പെട്ട ആളുകളുണ്ടായിരിക്കും. ഈ രണ്ട് വിഭാഗത്തിലും കർത്തവ്യങ്ങള്, അവകാശങ്ങള്, അധികാരങ്ങള്, അന്തസ്സ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ പല റാങ്കുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ പട്ടാളത്തിൽ, ആർമിയിൽ അവരുടെ ജോലിക്കും പദവിക്കും അനുസരിച്ച് റാങ്ക് അടിസ്ഥാനത്തിൽ വേർതിരിവുണ്ടായിരിക്കും. അതിൽ അവരുടെ പദവികൾ വ്യത്യാസം ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് സാലറിയിലും മറ്റ് ആനുകൂല്യങ്ങളിലെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ്. വ്യക്തിയും സമൂഹവും എല്ലായിടത്തും വ്യത്യസ്തങ്ങളാണ്. സമൂഹത്തിൻ്റെ ആണിക്കല്ല് തന്നെ ഇത്തരം വൈവിധ്യമാണ്. സമൂഹം നിലകൊള്ളുന്നത് വ്യത്യസ്തത എന്ന തത്വത്തിലാണ്. അതായത് സമൂഹത്തിലെ എല്ലാ ആളുകളും വ്യത്യസ്തരായിട്ടായിരിക്കും നിലകൊള്ളുക. ഇതുകൊണ്ടാണ് സാമൂഹ്യ ശ്രേണി ആശയപരമായിട്ട് തന്നെ ഒരു വ്യത്യസ്ത ശ്രേണികൾ എന്നാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഏഴാമത്തത് ഡിഫൈൻ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സാമൂഹ്യ ശ്രേണീകരണം എന്നാൽ എന്താണ്? മേലാളത്ത കീഴാളത്ത ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പര ബന്ധിതമായ സ്ഥിര സംഘങ്ങളോ ഗണങ്ങളോ ആയി സമൂഹത്തെ വിഭജിക്കുന്നതാണ് സാമൂഹ്യ ശ്രേണീകരണം. മേലാളത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലാളന്മാർ, ഉയർന്ന സ്ഥാനത്തുള്ള ആളുകൾ. കീഴാളത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീഴുദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ കീഴ്ജാതിക്കാർ, താഴേക്കടയിലുള്ള ആളുകൾ. ഇത്തരത്തിൽ ഉയർന്ന ആളുകളും താഴ്ന്ന ആളുകളും, മുകളിലുള്ള ആളുകളും കീഴിലുള്ള ആളുകളും തമ്മിലുള്ള ബന്ധത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ സമൂഹത്തിനെ വിഭജിച്ചിട്ടുണ്ട്. അതിനെയാണ് സാമൂഹ്യ ശ്രേണീകരണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, എട്ടാമത്തത് ഡിഫൈൻ കാസ്റ്റ്. ജാതി എന്താണ് ജാതി എന്ന് പറഞ്ഞാൽ? ഒരാള് ഒരു വർഗത്തിൽ ജനിക്കുകയും ആ വർഗത്തിൽ നിന്നു മാറുവാൻ യാതൊരു മാർഗവും ഇല്ലാതിരിക്കുന്ന വിധത്തിൽ അയാളുടെ പദവി മുൻകൂട്ടി നിർണയിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു എങ്കിൽ ആ വർഗസ്ഥിതിയാണ് ജാതി എന്ന് പറയുന്നത്. അതായത് മാതാപിതാക്കൾ ഏത് വർഗത്തിൽപ്പെട്ടവരാണോ ആ വർഗത്തിലായിരിക്കും അവർക്ക് ജനിക്കുന്ന കുട്ടി. ഇത്തരത്തിൽ ഒരു വർഗത്തിൽ ജനിക്കുകയും ആ വർഗത്തിൽ നിന്ന് മാറുവാൻ യാതൊരു മാർഗവും ഇല്ലാതിരിക്കുന്ന വിധത്തിൽ ഒരാൾക്ക് പദവി മുൻകൂട്ടി നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു വർഗസ്ഥിതിയാണ് ജാതി എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ജനിക്കുന്നത് കൊണ്ട് തന്നെ ഒരു വ്യക്തി ജാതിയിൽ ഉൾപ്പെടുന്നതാണ്. ഒരിക്കലും എന്തിനു സാധ്യമല്ല? ആ ജാതിയിൽ നിന്നും മാറുവാൻ സാധ്യമല്ല. അപ്പൊ അത്തരത്തിൽ നിർവചിക്കപ്പെട്ട സ്ഥിതിയെയാണ് ജാതി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാസ്റ്റ്. ജാതിയുടെ സവിശേഷതകൾ വിവരിക്കുക. ഒന്നാമത്തത്, സമൂഹത്തെ ഖണ്ഡങ്ങളായി വിഭജിച്ചിരിക്കുന്നു. അതായത് സമൂഹത്തിനെ വ്യത്യസ്ത വിഭാഗങ്ങളാക്കി വേർതിരിച്ചിട്ടുണ്ട്. ജാതിയിൽ ഉയർന്ന ജാതിക്കാര്, ഇടത്തരം ജാതിക്കാര്, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ, ഇത്തരത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങളാക്കിയിട്ട്, വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കിയിട്ട് ജാതിയെ തിരിച്ചിട്ടുണ്ട്. രണ്ടാമത്തത്, സാമൂഹ്യവും മതപരവുമായിട്ടുള്ള അധികാര ശ്രേണി. ഉന്നത ജാതിയിൽപ്പെട്ട ആളുകൾക്കായിരിക്കും സമൂഹത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കുക. അതുപോലെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ, കർമ്മങ്ങളെല്ലാം ചെയ്യുവാൻ എല്ലാ ജാതിയിലുള്ള ആളുകൾക്കും സാധ്യമല്ല. അതിന് ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളായിരിക്കും അത്തരത്തിലുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത്തരത്തിൽ സാമൂഹ്യവും മതപരവുമായിട്ടുള്ള അധികാര ശ്രേണി ജാതിയിൽ ഉണ്ട്. തേർഡ് വൺ, മൂന്നാമത്തത്, ഭക്ഷണം, സാമൂഹ്യ ഇടപാടുകൾ എന്നിവയിലെ നിയന്ത്രണം. ചില ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കുവാൻ പാടില്ല. അപ്പോൾ അങ്ങനെ സസ്യ ഭക്ഷണങ്ങൾ, മാംസങ്ങളോ മത്സ്യങ്ങളൊന്നും കൂട്ടുവാൻ പറ്റാത്ത വിഭാഗങ്ങളുണ്ടല്ലോ.
അത്തരത്തിൽ ഭക്ഷണത്തിലുള്ള നിയന്ത്രണങ്ങൾ. പിന്നെ സാമൂഹ്യ ഇടപാടുകളിൽ നിയന്ത്രണം. സമൂഹത്തിലെ എല്ലാ ആളുകളോടും ഒരേ രൂപത്തിൽ ഇടപെടുവാൻ ജാതി അനുവദിക്കുന്നില്ല. ഉന്നത സ്ഥാനത്തുള്ള ആളുകൾ ഒരു പക്ഷേ ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളോട് ഇടപഴകുന്നതിനുള്ള നിയന്ത്രണങ്ങളെല്ലാം ജാതിയിൽ വരുന്നുണ്ട്. ഫോർത്ത് വൺ, സ്വഗണ വിവാഹം. അതായത് ഒരേ ജാതിയിൽപ്പെട്ട ആളുകൾ തമ്മിലായിരിക്കും വിവാഹം കഴിക്കുന്നത്. അന്യഗണത്തിൽ നിയമപരമായിട്ടോ അല്ലെങ്കിൽ ജാതീയപരമായിട്ടോ അവർക്ക് വിവാഹം കഴിക്കുവാൻ സാധ്യമല്ല. അതാണ് നാലാമത്തത്, സ്വഗണ. ഒരേ ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകളെ മാത്രമേ വിവാഹം കഴിക്കുവാൻ പറ്റുകയുള്ളൂ. അഞ്ചാമത്തത്, തൊഴിൽ തെരഞ്ഞെടുക്കുന്നതിലെ നിയന്ത്രണം. അതായത് ജാതിക്കനുസരിച്ച് തൊഴിൽ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ആ ജാതിയിൽപ്പെട്ട ആളുകൾ ഏതാണോ തൊഴിൽ ചെയ്യുന്നത് അവർ ആ ജോലി തന്നെയായിരിക്കും എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക. മറ്റ് ജോലികളൊക്കെ തിരഞ്ഞെടുക്കുന്നത് വളരെ കുറവായിരിക്കും. തൊഴിൽ തിരഞ്ഞെടുക്കുന്നതിലെ നിയന്ത്രണങ്ങൾ ജാതി വ്യവസ്ഥയിൽ ഉണ്ട്. നെക്സ്റ്റ് വൺ, ആറാമത്തത്, പൗരത്വപരവും മതപരവുമായിട്ടുള്ള വൈകല്യങ്ങൾ. പൗരത്വപരം, അതായത് ജനിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിക്ക് ഒരു ജാതി ലഭിക്കും, അവൻ അതിലെ ഒരു പൗരനായിട്ട് മാറും. അതുപോലെ മതപരമായിട്ടുള്ള വൈകല്യങ്ങൾ, അവരുടെ മതത്തിൽ പറയുന്ന കാര്യങ്ങൾ അത് അതേപടി എന്ത് ചെയ്യേണ്ടി വരും, അനുസരിക്കേണ്ടി വരും. അതിൽ നിന്ന് മാറ്റങ്ങളോ വരുത്തുവാനൊന്നും സാധിക്കുകയില്ല. ഇത്തരത്തിൽ ജാതിപരമായിട്ടുള്ള ചില നിയന്ത്രണങ്ങളാണ് ജാതിയിൽ വരുന്ന സവിശേഷതകൾ വരുന്നത്. നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പവർ, വെൽത്ത് ആൻഡ് സ്റ്റാറ്റസ്. ശക്തി, ധനം, പദവി, ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്? ഒന്നാമത്തത് ശക്തി, പവർ. മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ അവരുടെ ഇച്ഛക്കും എതിർപ്പിനും എതിരായിരുന്നാൽ കൂടി നിയന്ത്രിക്കുവാനുള്ള നിയന്ത്രിക്കുവാനുള്ള കഴിവാണ് ശക്തി. അതായത് മറ്റുള്ള ആളുകളുടെ എതിർപ്പിനെ നേരിടുവാനും നിയന്ത്രിക്കുവാനുള്ള കഴിവാണ് ശക്തി എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ മേൽ അവരുടെ ഇച്ഛയെ പരിഗണിക്കാതെ തന്നെ ഉണ്ടാകുന്ന അതിനെ സ്വാധീനിക്കുവാനുള്ള ഒരു കഴിവാണ് ശക്തി എന്ന് പറയുന്നത്. ഏത് ഇടപഴകലിലും ചിലർക്ക് മറ്റുള്ളവരെക്കാൾ ശക്തി കൂടുതലായിരിക്കും. അത് സമൂഹത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും നമ്മുടെ ഗ്രൂപ്പിലാണെങ്കിലും മറ്റുള്ള ആളുകളെക്കാൾ ഇച്ഛാപരമായിട്ട് നിയന്ത്രിക്കുവാൻ കഴിയുന്ന ഒരു കാര്യത്തെയാണ് ശക്തി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, രണ്ടാമത്തത് ധനം, വെൽത്ത്. സാമൂഹ്യ ശ്രേണീകരണത്തെ തീരുമാനിക്കുന്ന മറ്റൊരു വസ്തുതയാണ് ഒരു വ്യക്തിയുടെ ധനം എന്ന് പറയുന്നത്. അതായത് ആ സമൂഹത്തിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ അവരുടെ ഭൗതികമായ ആസ്തികളുടെ മൂല്യം ആണ് ധനമായി കണക്കാക്കുന്നത്. അതായത് സ്ഥലം, ധാരാളം സ്ഥലങ്ങൾ ഉണ്ടായിരിക്കുക, പിന്നെ കെട്ടിടങ്ങൾ, സ്വർണം, പണം, വാഹനങ്ങൾ തുടങ്ങിയ ആസ്തികളെല്ലാം അടങ്ങുന്നതാണ് ധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഭൗതിക വസ്തുക്കൾ ധാരാളമുള്ള ആളുകളാണ്, അവര് ധനാഢ്യരായിരിക്കും, സമ്പന്നരായിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് പദവി, സ്റ്റാറ്റസ്. സാമൂഹ്യ ശ്രേണീകരണത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പദവികൾ. അത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെയും പെരുമാറ്റത്തെയും ആശ്രയിച്ചിരിക്കും. അതായത് ഒരു സമൂഹത്തിൽ ആ സമൂഹത്തിലെ മറ്റുള്ള ആളുകളെക്കാൾ നല്ല വ്യക്തിത്വമുള്ള ആളാണ്, അതുപോലെ തന്നെ പെരുമാറ്റത്തിൽ നല്ല പെരുമാറ്റമാണ്, നല്ല കഴിവുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന് ആ സമൂഹത്തിൽ എന്ത് ലഭിക്കും, ഒരു പദവി, ഉയർന്ന പദവി ലഭിക്കും. അത്തരത്തിലുള്ളതാണ് സ്റ്റാറ്റസ്, പദവി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ മെറിറ്റ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം. ജാതി സംവിധാനത്തിന്റെ ഗുണങ്ങൾ വിവരിക്കുക. ഒന്നാമത്തത്, സമൂഹത്തിലെ ഐക്യരൂപമുള്ള വിഭാഗമാണ് ജാതി. അതായത് സമൂഹത്തിൽ വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരേ ജാതിയിൽപ്പെട്ട ആളുകൾ പരസ്പരം ഐക്യം ഉണ്ടാകുന്നതാണ്. രണ്ടാമത്തത്, ജാതീയത ഓരോ വിഭാഗത്തിൽപ്പെട്ടവർക്കിടയിലും സഹകരണ ബോധവും സഹജ അവബോധവും ഉളവാക്കുന്നു. അതായത് ഒരേ ജാതിയിൽപ്പെട്ട ആളുകൾ അവർ തമ്മിൽ സഹകരണം ഉണ്ടായിരിക്കും.
അതുപോലെ തന്നെ അവർ തമ്മിൽ ഒരു സഹജ അവബോധം, പരസ്പരം സഹായിക്കുവാനും സ്നേഹിക്കുവാനും കാര്യങ്ങളിലെല്ലാം ഇടപഴകുവാനുമുള്ള ഒരു മെന്റാലിറ്റി, ഒരു സഹകരണ ബോധം ഓരോ ജാതികൾക്കിടയിലും ഉണ്ടാകും, ജാതിയിൽപ്പെട്ട ആളുകൾക്കിടയിലും ഉണ്ടാകും. മൂന്നാമത്തത് സാമൂഹ്യ സുസ്ഥിരതയുടെ ഉറവിടമാണ് ജാതി. അതായത് ഒരേ ജാതിയിൽപ്പെട്ട ആളുകൾ, ഇത്തരത്തിൽ വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആളുകൾ ഒന്നിച്ചു ചേരുമ്പോഴാണ് അവിടെ സമൂഹം ഉണ്ടാകുന്നത്. അപ്പോൾ സമൂഹം ഉണ്ടാകുന്നതിന് ജാതി ഒരു കാരണമാകുന്നതാണ്, ഒരു ഉറവിടമാണ്. ഫോർത്ത് വൺ, നാലാമത്തത് ഹിന്ദു സമൂഹത്തിന്റെ ഘടന ഹിന്ദു സമൂഹത്തിന്റെ ഘടന വ്യവസ്ഥയായി ജാതി വർത്തിക്കുന്നു. അതായത് ഹിന്ദു സമൂഹത്തിലാണ് ജാതികൾ നിലനിൽക്കുന്നത്. അപ്പൊ അതിന്റെ സാമൂഹ്യ ഘടനയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് ജാതി പ്രവർത്തിക്കുന്നുണ്ട്. ജാതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഹിന്ദു സമൂഹം നിലനിൽക്കുന്നത് എന്നർത്ഥം. ഇനി അഞ്ചാമത്തത് മിശ്ര വിവാഹ നിരോധനത്തിലൂടെ ജാതി വംശശുദ്ധി പരിപാലിക്കുന്നു. അതായത് ഒരേ സ്വജാതിയിൽപ്പെട്ട ആളുകളെ വിവാഹം കഴിക്കുവാൻ അനുവദിക്കുന്നുള്ളൂ. അതാത് ജാതിയിൽപ്പെട്ട ആളുകൾ തമ്മിലാണ് പരസ്പരം വിവാഹം കഴിക്കുക. അന്യജാതിയിൽപ്പെട്ട മിശ്ര വിവാഹത്തെ ഹിന്ദു മതം നിരോധിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ഓരോ ജാതിയും പരസ്പരം, ഓരോ ജാതിയിൽപ്പെട്ട ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കുന്നത് വഴി ജാതി വംശശുദ്ധി പരിപാലിച്ചു പോരുന്നുണ്ട്. ഈ കാര്യങ്ങളാണ് ജാതി സംവിധാനത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞത്. നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഡിമെറിറ്റ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം. ജാതി വ്യവസ്ഥയുടെ ദോഷങ്ങൾ എന്തെല്ലാം? ജാതി വ്യവസ്ഥ സമൂഹത്തിൽ സംഘർഷങ്ങൾ ഉളവാക്കുന്നു. അതായത് വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്, സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്. രണ്ടാമത്തത് ജാതി ചിന്ത ദേശീയ ബോധത്തിന്റെ വളർച്ച തടയുന്നു. അതായത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറയുമ്പോൾ ദേശീയതക്ക് പ്രാധാന്യം നൽകുന്നതിന് പകരം അതാത് ജാതിക്കായിരിക്കും അവർ പ്രാധാന്യം നൽകുന്നത്. ഇത് കാരണമായിട്ട് ദേശീയ ബോധം ഇല്ലാതെയാകുന്നു. തേർഡ് വൺ, ജനാധിപത്യത്തിന്റെ വളർച്ചക്ക് തടസ്സമാകുന്നു. ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ടും ജനാധിപത്യ വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത്. പലപ്പോഴും ജാതി വ്യവസ്ഥ ജനാധിപത്യത്തിന്റെ വളർച്ചക്ക് തടസ്സമാകാറുണ്ട്. നാലാമത്തത് സ്ത്രീകളുടെ പദവി ക്ഷയിപ്പിക്കുന്നു. ഓരോ ജാതിയിലും അവരുടെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് പല നിയന്ത്രണങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ പദവി ക്ഷയിപ്പിക്കുവാൻ ജാതി വ്യവസ്ഥ കാരണമാകുന്നുണ്ട്. അഞ്ചാമത്തത് മതപ്രവർത്തനങ്ങൾക്ക് ജാതീയമായ വിവേചനം കാരണമാകുന്നു. ഇപ്പോൾ മതത്തെ വിപുലപ്പെടുത്തുവാൻ പലപ്പോഴും ജാതി വ്യവസ്ഥ ജാതി വ്യവസ്ഥയുടെ വിവേചനം കാരണമാകുന്നുണ്ട്. അതായത് ഒറ്റനോട്ടത്തിൽ ഹിന്ദു മതവിഭാഗമാണെങ്കിൽ പോലും അവരുടെ മതത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ജാതി വ്യവസ്ഥ വരുന്നത് കൊണ്ട് തന്നെ എല്ലാ ആളുകളെയും ഒരേ രൂപത്തിൽ ഹിന്ദു എന്നുള്ള രീതിയിൽ എല്ലാവരെയും ഒരേപോലെ കാണുവാൻ സാധിക്കുന്നില്ല. പലപ്പോഴും മത പ്രവർത്തനങ്ങൾക്ക് ജാതി വ്യവസ്ഥ പലപ്പോഴും തടസ്സം സൃഷ്ടിക്കാറുണ്ട്. ഈ കാര്യങ്ങളാണ് ജാതി വ്യവസ്ഥയുടെ ദോഷങ്ങളായിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് 13ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ക്ലാസ്. വർഗം എന്താണെന്ന് നിർവചിക്കുക. ഒരു സമൂഹത്തിൽ ഏറെക്കുറെ ഒരേ സാമൂഹ്യ പദവിയിലുള്ള ആളുകളുടെ കൂട്ടത്തെയാണ് ഒരു വർഗം എന്ന് പറയുന്നത്. അവ സമൂഹത്തിൽ ഒരേ പദവി വഹിക്കുന്ന ആളുകളുടെ കൂട്ടമാണ് ഒരു വർഗം എന്ന് പറയുന്നത്. നെക്സ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്ലാസ് സിസ്റ്റം. വർഗത്തിന്റെ സവിശേഷതകൾ വിവരിക്കുക. ഒന്നാമത്തത് ഒരേ പദവിയിലുള്ള സംഘം. വർഗത്തിൽപ്പെട്ട ആളുകളെല്ലാം ഒരേ പദവിയിൽപ്പെട്ട ആളുകളായിരിക്കും. രണ്ടാമത്തത് പദവി നേടുന്നതാണ്, ജന്മന ലഭിക്കുന്നതല്ല. നമ്മുടെ പ്രയത്നം കൊണ്ടായിരിക്കും പദവി ലഭിക്കുന്നത്, ജന്മം കൊണ്ട് ലഭിക്കുന്നതല്ല. മൂന്നാമത്തത് വർഗ സംവിധാനം സാർവലൗകികമാണ്, യൂണിവേഴ്സൽ. അതായത് എല്ലാ മേഖലകളിലും എല്ലാ വിഭാഗങ്ങളിലും വർഗ സംവിധാനങ്ങൾ വരുന്നുണ്ട്. ഫോർത്ത് വൺ, നാലാമത്തത് വർഗ വ്യവസ്ഥയിൽ 3 വികാരങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത്.
ഒന്നാമത്തത് സമത്വത്തിന്റെ വികാരം, ഒരേ സ്ഥാനം അല്ലെങ്കിൽ ഒരേ സമത്വം ലഭിക്കുന്ന ഒരു വിഭാഗം. രണ്ടാമത്തത് സാമൂഹ്യ സാമ്പത്തിക പദവിയെ സംബന്ധിച്ചിടത്തോളം ഒരു അപകർഷതാ ബോധം. സാമൂഹ്യ സാമ്പത്തിക പദവിക്ക് അനുസരിച്ച് അവർക്കിടയിൽ ചില സ്വഭാവത്തിലും മറ്റു കാര്യങ്ങളിലെല്ലാം മാറ്റങ്ങൾ വരാറുണ്ട്, അപകർഷതാ ബോധം ഉണ്ടാകുന്നു. മൂന്നാമത്തതാണ് ഒരു ഉത്കൃഷ്ടതാ ബോധം. അവർക്കിടയിൽ ഒരു ഉത്കൃഷ്ടമായിട്ടുള്ള ബോധം അവർക്കിടയിൽ ഉണ്ടാകുന്നതാണ്. ഈ വർഗത്തിനിടയിൽ ഉണ്ടാകുന്ന 3 വികാരങ്ങളാണ് സമത്വ വികാരം, അപകർഷതാ ബോധം, ഉത്കൃഷ്ടതാ ബോധം. ഇനി അഞ്ചാമത്തത് സാമൂഹ്യ വർഗം താരതമ്യേന സുസ്ഥിരമായിട്ടുള്ള ഒരു ഗ്രൂപ്പായിരിക്കും. അതായത് ഒരേ പദവി അല്ലെങ്കിൽ ഒരേ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണല്ലോ, അതുകൊണ്ട് തന്നെ പൊതുവിൽ ഇതൊരു സുസ്ഥിരമായിട്ടുള്ള ഗ്രൂപ്പായിരിക്കും. ഇനി ആറാമത്തെ കാര്യം ജീവിത രീതി. ജീവിത രീതിക്കനുസരിച്ചിട്ട് ഓരോ വർഗങ്ങൾ ഓരോ പദവി അവർ നേടുന്നു. ഏഴാമത്തത് സാമൂഹ്യ വർഗത്തെ മറ്റു വർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അവരുടെ പെരുമാറ്റ രീതിയാണ്. അപ്പോൾ ഓരോ വർഗത്തിലും പെട്ട ആളുകൾ അവരുടെ വ്യക്തിത്വം അതുപോലെ തന്നെ അവരുടെ പെരുമാറ്റം ഇതിനനുസരിച്ചിട്ടാണ് മറ്റുള്ള വർഗങ്ങളിൽ നിന്നും ഓരോ വർഗത്തെയും വ്യത്യസ്തമാക്കി മാറ്റുന്നത്. എട്ടാമത്തത് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ വർഗങ്ങളെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് മേൽവർഗം, 2 ഇടവർഗം, മൂന്നാമത്തത് കീഴ്വർഗം. അതായത് ഉന്നത സ്ഥാനത്തുള്ള ഉയർന്ന വർഗത്തിൽപ്പെടുന്ന ആളുകൾ, അതുപോലെ തന്നെ കീഴ്വർഗത്തിൽ താഴ്ന്ന വർഗത്തിൽപ്പെടുന്ന ആളുകൾ, അവ രണ്ടിൻ്റെയും ഇടയിൽ വരുന്ന ആളുകൾ മധ്യവർഗം, അതിനെ ഇടവർഗം എന്ന് പറയാം. ഈ കാര്യങ്ങളാണ് ക്ലാസിൻ്റെ വർഗത്തിൻ്റെ സവിശേഷതകളായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ കാസ്റ്റ് ആൻഡ് ക്ലാസ്. ജാതിയും വർഗവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? ഒന്നാമത്തത് ജാതി ഇന്ത്യയിൽ മാത്രം കാണുന്നതാണ്, അതുകൊണ്ട് സാർവലൗകികമാണ് എന്ന് പറയുവാൻ പറ്റുകയില്ല. ജാതി ഇന്ത്യയിൽ മാത്രമാണ് ഉള്ളത്. അതേസമയം വർഗം സാർവലൗകികമാണ്, ഇന്ത്യയിൽ മാത്രമല്ല രാജ്യത്തുടനീളം വർഗങ്ങൾ ഉണ്ടാകും. രണ്ടാമത്തത് ജാതി പദവി ജന്മനാ ലഭിക്കുന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ജാതി എന്നുള്ളത് ഒരു കുട്ടിക്ക് ജന്മനാ ലഭിക്കുന്നതാണ് ജാതി. വർഗം ജന്മനാ ലഭിക്കുന്നതല്ല, ആ വ്യക്തികൾ നേടിയെടുക്കുന്നതാണ് പദവി. മൂന്നാമത്തത് ജാതി ഒരു അടഞ്ഞ സംവിധാനമാണ്, എന്നാൽ വർഗം ഒരു തുറന്ന സംവിധാനമാണ്. നാലാമത്തത് ജാതി വൈദികമായ ഉത്ഭവമാണ്, അതായത് മതത്തെ ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവരുടെ ജാതി കണക്കാക്കുന്നത്. എന്നാൽ വർഗ സംവിധാനം മതേതരമാണ്, ആർക്കും ഏത് വർഗത്തിലും ഉൾക്കൊള്ളുവാൻ സാധിക്കും. അഞ്ചാമത്തത് ചില ജാതികൾ ശുദ്ധമായി ഗണിക്കപ്പെടുന്നു, ചില ജാതികൾ അശുദ്ധമായി കണക്കാക്കപ്പെടുന്നു. അതായത് ഉന്നത ജാതിയിൽപ്പെട്ട ആളുകളും താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളും ശുദ്ധന്മാരും അശുദ്ധമായിട്ടൊക്കെ കണക്കാക്കുന്നുണ്ട്. വർഗങ്ങൾ തമ്മിൽ അങ്ങനെ യാതൊരു അസമത്വവും വരുന്നില്ല, ശുദ്ധിയോ അശുദ്ധിയോ ഒന്നും വർഗത്തിൽ വരുന്നില്ല. ആറാമത്തത് ജാതി വ്യവസ്ഥയിൽ ജാതികൾ മേലുള്ള ബന്ധത്തിന് നിയന്ത്രണങ്ങൾ വരുന്നുണ്ട്. ജാതി വ്യവസ്ഥകളിൽ ബന്ധങ്ങളിലെല്ലാം ധാരാളം നിയന്ത്രണങ്ങൾ വരുന്നുണ്ട്. അതേസമയം വർഗ സംവിധാനത്തിൽ ബന്ധങ്ങൾക്കിടയിൽ പരിമിതികൾ ഉണ്ട്, എന്നാൽ വ്യക്തികൾ കൂടുതൽ സ്വതന്ത്രരായിരിക്കും. വർഗ സംവിധാനത്തിലെ ബന്ധങ്ങൾക്ക് പരിമിതികൾ ഉണ്ടെങ്കിലും വ്യക്തികൾ കൂടുതൽ സ്വതന്ത്രരായിരിക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഏഴാമത്തത് ഒരു ജാതിക്കാർ ആ ജാതിയിൽ നിന്ന് വിവാഹം കഴിക്കുന്നു, എന്നാൽ വർഗങ്ങൾക്കിടയിൽ അങ്ങനെ വിവാഹ നിയന്ത്രണമൊന്നുമില്ല. ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഏത് വർഗത്തിൽ നിന്നും വിവാഹം കഴിക്കുവാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് 13ാമത്തത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ആസ്ക്രൈബ് സ്റ്റാറ്റസ് ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. ആരോപിതവും പദവിയും നേടിയ പദവിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചില പദവികൾ വ്യക്തികളിൽ ആരോപിതമാണ്, അത് നമുക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ചില പദവികൾ നമ്മൾ നേടിയെടുക്കുന്നതാണ്, നമ്മളുടെ പ്രയത്നം കാരണമായിട്ട് നേടിയെടുക്കുന്നതാണ്. അത്തരത്തിലുള്ളതിനാണ് നമ്മൾ അച്ചീവ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ചില പദവികൾ വ്യക്തികളിൽ ആരോപിതമാണ്, മറ്റു ചിലത് അവർ നേടുന്നതുമാണ്. ആരോപിത പദവികൾ അനൈച്ഛിക ഘടകങ്ങളിൽ
ഗണങ്ങളിലെ അംഗത്വം കൊണ്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു വിഭാഗത്തിൽ പെട്ടു എന്നതുകൊണ്ടാണ് ആരോപിത പദവികൾ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ നേടുന്ന പദവികൾ ഐച്ഛിക ഗണങ്ങളിലെ അംഗത്വം കൊണ്ടാണ് ലഭിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രായം, ലിംഗം, ബന്ധുത്വം എന്നിവ കൊണ്ട് ലഭിക്കുന്ന പദവികളെ നമുക്ക് ആരോപിത പദവികൾ എന്ന് പറയുന്നു. ഇതൊന്നും നമ്മൾ നേടിയെടുക്കുന്നതല്ല, നമ്മൾ സ്വമേധയാ ഉണ്ടാകുന്നതാണ്. നമ്മുടെ പ്രായം, അതുപോലെ തന്നെ ലിംഗം, ബന്ധുത്വം ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ ആരോപിത പദവി അല്ലെങ്കിൽ ആസ്ക്രൈബ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതേസമയം വിവാഹ പദവി, പിതൃത്വം അല്ലെങ്കിൽ മാതൃത്വം ഇവയെല്ലാം നമ്മൾ നേടുന്നതാണ്. വിവാഹ പദവി, അതുപോലെ പിതൃത്വം, മാതൃത്വം ഇവയൊക്കെ നമ്മൾ നേടുന്നതാണ്. ആരോപിത പദവി ജന്മന ഉള്ളതാണ്, അതും ജന്മം കൊണ്ട് വന്നു ചേരുന്നതുമാണ്. എന്നാൽ സ്വയപ്രയത്നം കൊണ്ട് നേടിയെടുക്കുന്നതാണ് അച്ചീവ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ നേടിയ പദവികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 16ാമത്തെ സാമൂഹ്യ ശ്രേണീകരണം എന്നുള്ള ചാപ്റ്ററിൽ വരുന്നത്. ക്ലാസ്സുകൾ കൃത്യമായി കേൾക്കുക, നോട്ട്സ് എഴുതിയെടുക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.